ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 1 മുതൽ 10 വരെയുള്ള അധ്യായത്തിലെ 60 മാതൃകാ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ബൈബിളിലെ 7-ാമത്തെ പുസ്തകത്തിൽ ആദ്യം പ്രതിപാദിക്കുന്ന വ്യക്തി. ഓപ്ഷൻസ്: യൂദ, ശിമെയോൻ, ജോഷുവ. ഉത്തരം: ജോഷുവ. 2. കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടത് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് ആര്? ഓപ്ഷൻസ്: ഇസ്രായേൽ ജനം, ഇസ്രായേൽക്കാർ, ഇസ്രായേൽ. ഉത്തരം: ഇസ്രായേൽ ജനം. 3. കാനാന്യരോട് പോരാടാൻ യൂദായോടുകൂടെ ആരാണ് പുറപ്പെട്ടത്? ഓപ്ഷൻസ്: ശിമെയോൻ, ജോസഫ്, ഗാദ്. ഉത്തരം: ശിമെയോൻ. 4. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: കാലബ്, ശിമെയോൻ, അദോണിബെസേക്ക്. ഉത്തരം: അദോണിബെസേക്ക്. 5. ഹെബ്രോണിൻ്റെ പഴയ പേര്. ഓപ്ഷൻസ്: ബെഥേൽ, കിരിയാത്ത് സേഫർ, കിരിയാത്ത് അർബ. ഉത്തരം: കിരിയാത്ത് അർബ. 6. കാലബിൻ്റെ ഇളയ സഹോദരൻ. ഓപ്ഷൻസ്: ഒത്നിയേൽ, കെനാസ്, ഏഹൂദ്. ഉത്തരം: കെനാസ്. 7. പൂരിപ്പിക്കുക. കാലബ് മകൾക്ക് മലയിലും താഴ്വരയിലും ഡാഷ് വിട്ടുകൊടുത്തു. ഓപ്ഷൻസ്: വയൽ, നീർച്ചാലുകൾ, തോടുകൾ. ഉത്തരം: നീർച്ചാലുകൾ. 8. ബഥേലിനെതിരെ പുറപ്പെട്ട ഗോത്രം. ഓപ്ഷൻസ്: ജോസഫ്, യൂദ, ശിമെയോൻ. ഉത്തരം: ജോസഫ്. 10. ഏത് ഗോത്രക്കാരാണ് തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചത്? ഓപ്ഷൻസ്: ആഷേർ, നഫ്താലി, മനാസെ. ഉത്തരം: ആഷേർ. 11. കർത്താവിൻ്റെ ദൂതൻ എവിടെ നിന്നാണ് ബോക്കിമിലേക്ക് പോയത്? ഓപ്ഷൻസ്: ഗിൽഗാലിൽ നിന്ന്, ഹെബ്രോണിൽ നിന്ന്, ബഥേലിൽ നിന്ന്. ഉത്തരം: ഗിൽഗാലിൽ നിന്ന്. 12. ആർക്കെതിരെയാണ് കർത്താവിൻ്റെ കോപം ജ്വലിച്ചത്? ഓപ്ഷൻസ്: യൂദായ്ക്കെതിരെ, ശിമെയോനെതിരെ, ഇസ്രായേലിനെതിരെ. ഉത്തരം: ഇസ്രായേലിനെതിരെ. 13. ആരാണ് ബാൽ ദേവന്മാരെ സേവിച്ചത്? ഓപ്ഷൻസ്: ഇസ്രായേൽക്കാർ, ഇസ്രായേൽ, ഇസ്രായേൽ ജനം. ഉത്തരം: ഇസ്രായേൽ ജനം. 14. ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ആരെയാണ് ശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: കുറേ ജനതകളെ, കുറേ സീദോന്യരെ, കുറേ അമോര്യരെ. ഉത്തരം: കുറേ ജനതകളെ. 15. ന്യായാധിപന്മാർ 3:9 പ്രകാരം ഇസ്രായേൽ ജനത്തിന് വിമോചകനായി വന്നത് ആരാണ്? ഓപ്ഷൻസ്: കെനാസ്, കാലബ്, ഒത്നിയേൽ. ഉത്തരം: ഒത്നിയേൽ. 16. മോവാബ് രാജാവ്. ഓപ്ഷൻസ്: ഷംഗാർ, എഗ്ലോൺ, ഏഹൂദ്. ഉത്തരം: എഗ്ലോൺ. 17. ഷംഗാറിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: അനാത്ത്, യാബീൻ, ഗേര. ഉത്തരം: അനാത്ത്. 18. കാനാൻ രാജാവായ യാബീൻ്റെ സേനാപതി. ഓപ്ഷൻസ്: ഷംഗാർ, ഏഹൂദ്, സിസേറ. ഉത്തരം: സിസേറ. 19. ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചിക. ഓപ്ഷൻസ്: ജായേൽ, ദബോറ, ദലീല. ഉത്തരം: ദബോറ. 20. കർത്തൃസന്നിധിയിൽ പർവ്വതങ്ങൾ വിറപൂണ്ടപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കുലുങ്ങിയത് എന്താണ്? ഓപ്ഷൻസ്: സീനായ് മല, പർവ്വതങ്ങൾ, ആകാശമേഘങ്ങൾ. ഉത്തരം: സീനായ് മല. 21. ദെബോറ ആരോട് കൂടെയാണ് കേദശിലേക്ക് പോയത്? ഓപ്ഷൻസ്:
പടയാളികൾ ബാറക് നഫ്താലി. ഉത്തരം ബാറക്. 22 മുന്നേറുക. കർത്താവ് സിസേറായെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത്. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ജായേൽ ബാറക്കിനോട്, ദബോറ ബാറക്കിനോട്, ദബോറ ഷങ്കാറിനോട്. ഉത്തരം ദബോറ ബാറക്കിനോട്. 23 ന്യായാധിപന്മാർ 4:17 പറയുന്ന ഹാസോർ രാജാവ്. ഓപ്ഷൻസ്: ഗിദെയോൻ, സിസേറ, യാബീൻ. ഉത്തരം യാബീൻ. 24 അബിയേസർ വംശം ഏത് ഗോത്രത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻസ്: മനാസെ, യൂദ, ബെഞ്ചമിൻ. ഉത്തരം മനാസെ. 25 കർത്താവിന് ഒരു ബലിപീഠം പണിത ഗിദെയോൻ അതിനു നൽകിയ പേര്. ഓപ്ഷൻസ്: ഹോർമ, ബോക്കിം, യാഹ്വേ ഷലോം. ഉത്തരം യാഹ്വേ ഷലോം. 26 ദബോറായുടെ കീർത്തനം ഏത് അധ്യായത്തിലാണ്? ഓപ്ഷൻസ്: 5, 6, 7. ഉത്തരം 5. 27 പട്ടണ വാതിൽക്കലേക്ക് അണിയണിയായി നീങ്ങിയതാര്? ഓപ്ഷൻസ്: പടയാളികൾ, ഇസ്സാഖറിൻ്റെ പ്രഭുക്കന്മാർ, കർത്താവിൻ്റെ ജനം. ഉത്തരം കർത്താവിൻ്റെ ജനം. 28 സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനം. ഓപ്ഷൻസ്: ഇസ്സാഖർ, നഫ്താലി, സെബുലൂൺ. ഉത്തരം സെബുലൂൺ. 29 ന്യായാധിപന്മാർ 5:15 പ്രകാരം ദബോറായുടെ കൂടെ വന്നവർ. ഓപ്ഷൻസ്: ഇസ്സാഖറിൻ്റെ പ്രഭുക്കന്മാർ, ബാറക്കും ഗിലെയാദും, യാത്രക്കാർ. ഉത്തരം ഇസ്സാഖറിൻ്റെ പ്രഭുക്കന്മാർ. 30 മെറോസിനെ ശപിക്കുക. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: സിസേറായുടെ അമ്മ, കർത്താവിൻ്റെ ദൂതൻ, ഇസ്രായേൽ ജനം. ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. 31 കർത്താവ് ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു? ഓപ്ഷൻസ്: 7, 40, 24. ഉത്തരം 7. 32 അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: ഗിദെയോൻ, ദബോറ, യോവാഷ്. ഉത്തരം ഗിദെയോൻ. 33 അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ദബോറ ദൈവത്തോട്, ഗിദെയോൻ ദൈവത്തോട്, ജായേൽ ദൈവത്തോട്. ഉത്തരം ഗിദെയോൻ ദൈവത്തോട്. 34 പാറയിൽ നിന്ന് തീ ഉയർന്ന് ദഹിപ്പിച്ചത്. ഓപ്ഷൻസ്: മാംസം, അപ്പം, മാംസവും അപ്പവും. ഉത്തരം മാംസവും അപ്പവും. 35 ന്യായാധിപന്മാർ 6:34 പ്രകാരം ഗിദെയോൻ തന്നെ പിന്തുടരുവാൻ ആരോടാണ് ആഹ്വാനം ചെയ്തത്? ഓപ്ഷൻസ്: അബിയേസർ വംശജരോട്, ഇസ്രായേൽക്കാരോട്, മിദ്യാൻകാരോട്. ഉത്തരം അബിയേസർ വംശജരോട്. 36 ഭയന്ന് വിറയ്ക്കുന്നവർ എത്ര പേരാണ് വീടുകളിലേക്ക് തിരിച്ചുപോയത്? ഓപ്ഷൻസ്: 20,000, 10,000, 25,000. ഉത്തരം 20,000. 37 ഹാരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചത്. ഓപ്ഷൻസ്: ജെറുബാലും ഗിദെയോനും സംഘവും, നഫ്താലിയും സംഘവും, മിദ്യാനും സംഘവും. ഉത്തരം ജെറുബാലും ഗിദെയോനും സംഘവും. 38 ഗിദെയോൻ്റെ പിതാവ്. ഓപ്ഷൻസ്: യോവാഷ്, സേബ, സൽമുന്ന. ഉത്തരം യോവാഷ്. 39 സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദെയോൻ എന്തു ചെയ്തു? ഓപ്ഷൻസ്: ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ വണങ്ങി, ദൈവത്തെ ആരാധിച്ചു. ഉത്തരം ദൈവത്തെ വണങ്ങി. 40
മിദ്യാൻ പ്രഭുവായ ഓറബിനെ കൊന്നുകളഞ്ഞത് എവിടെ വച്ച്? ഓപ്ഷൻസ്: യുദ്ധസ്ഥലത്ത് വെച്ച്, പാളയത്ത് വെച്ച്, ഓറബ് ശിലയിൽ വെച്ച്. ഉത്തരം: ഓറബ് ശിലയിൽ വെച്ച്. 41. വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: ഗിദെയോൻ സേബായോട്, ഗിദെയോൻ പെനുവേൽ നിവാസികളോട്, ഗിദെയോൻ ഓറബിനോട്. ഉത്തരം: ഗിദെയോൻ പെനുവേൽ നിവാസികളോട്. 42. ഗിദെയോൻ്റെ പട്ടണം. ഓപ്ഷൻസ്: ഷെക്കെം, ഓഫ്ര, സീദോൻ. ഉത്തരം: ഓഫ്ര. 43. പൂരിപ്പിക്കുക. ഗിദെയോന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ഡാഷ് ആയിരുന്നു. ഓപ്ഷൻസ്: 1000 ഷെക്കൽ, 1700, 2000 ഷെക്കൽ. ഉത്തരം: 1700. 44. ഗിദെയോന് ഷെക്കമിലെ ഉപനാരിയിൽ ഉണ്ടായ പുത്രൻ. ഓപ്ഷൻസ്: അബിമെലെക്ക്, യോത്താം, യോവാഷ്. ഉത്തരം: അബിമെലെക്ക്. 45. ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരിൽ രക്ഷപ്പെട്ട ഇളയ പുത്രൻ. ഓപ്ഷൻസ്: യോത്താം, ജായിർ, ജെഫ്ത. ഉത്തരം: യോത്താം. 46. നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്ന് വൃക്ഷങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: ഇലഞ്ഞിമരത്തോട്, മുന്തിരിയോട്, ഒലിവുമരത്തോട്. ഉത്തരം: മുന്തിരിയോട്. 47. ഷെക്കം നിവാസികളുടെ നേതാവായി അബിമെലെക്കിനോട് പോരാടിയത് ആരാണ്? ഓപ്ഷൻസ്: തോല, ജെഫ്ത, ഗാൽ. ഉത്തരം: ഗാൽ. 48. അബിമെലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? ഓപ്ഷൻസ്: തോല, ഗാൽ, ജായിർ. ഉത്തരം: തോല. 49. പൂരിപ്പിക്കുക. ഡാഷ് മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ഓപ്ഷൻസ്: തോല, ജെഫ്ത, ജായിർ. ഉത്തരം: ജായിർ. 50. ഞങ്ങൾ പാപം ചെയ്തുപോയി. ആരാണ് കർത്താവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: കർത്താവിൻ്റെ ജനം, ഇസ്രായേൽ ജനം, അബിമെലെക്കും സംഘവും. ഉത്തരം: ഇസ്രായേൽ ജനം. 51. 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഗിദെയോൻ സംസാരിക്കുന്നത് ആരോടാണ്? ഓപ്ഷൻസ്: എഫ്രായിംകാരോട്, സുക്കോത്തിലെ ജനങ്ങളോട്, സേബായോട്. ഉത്തരം: എഫ്രായിംകാരോട്. 52. അബിമെലെക്കിനെതിരെ മലമുകളിൽ ആളുകളെ പതിയിരുത്തിയതാര്? ഓപ്ഷൻസ്: ഷെക്കേംകാർ, ഏബദിൻ്റെ പുത്രൻ, ഗിലെയാദുകാർ. ഉത്തരം: ഷെക്കേംകാർ. 53. അബിമെലെക്ക് പടയാളികളുമായി പോയ മല. ഓപ്ഷൻസ്: സെയിർ മല, സൽമോൻ മല, എഫ്രോൺ മല. ഉത്തരം: സൽമോൻ മല. 54. ഗിലെയാദുകാരനായ ജായിർ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഓപ്ഷൻസ്: 24, 20, 22. ഉത്തരം: 22. 55. അബിമെലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ തോലയുടെ പിതാവ്. ഓപ്ഷൻസ്: ജായിർ, ജെഫ്ത, പൂവ. ഉത്തരം: പൂവ. 56. അബിമെലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ തോല ഏത് ഗോത്രത്തിൽ ആയിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: ഇസാക്കർ ഗോത്രം, ബെഞ്ചമിൻ ഗോത്രം, യൂദാ ഗോത്രം. ഉത്തരം: ഇസാക്കർ ഗോത്രം. 57. എൽബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ട തീ വെച്ച് നശിപ്പിച്ച ശേഷം അബിമെലെക്ക് എവിടെ ചെന്നാണ് പാളയമടിച്ച് അത് പിടിച്ചടക്കിയത്? ഓപ്ഷൻസ്: സൽമോൻ മല, ഷെക്കേം, തെബസ്. ഉത്തരം:
തെബസ്. 58. തങ്ങളുടെ ദൈവത്തെ മറന്ന് തങ്ങൾ ആരെ സേവിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ച് പറയുന്നത്. ഓപ്ഷൻസ്: ബാലിനെ, അസ്താർത്തെ ദേവതകളെ, സിറിയയിലെ ദേവന്മാരെ. ഉത്തരം: ബാലിനെ. 59. ചെറിയ ന്യായാധിപന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ജായിർ ഏത് പ്രദേശത്തുകാരനാണ്? ഓപ്ഷൻസ്: ഗിലെയാദ്, എഫ്രായിം, കാമോൻ. ഉത്തരം: ഗിലെയാദ്. 59. ഗിലെയാദിൽ താവളമടിച്ച് അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: ഷാമീർ, കാമോൻ, മിസ്പ. ഉത്തരം: മിസ്പ. 60. അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലിയാദ് നിവാസികൾക്ക് അധിപൻ എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ്: ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ, സുക്കോത്തിലെ ജനങ്ങൾ, പെനുവേൽ നിവാസികൾ. ഉത്തരം: ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ.